നമ്മൾ +2 എക്കണോമിക്സിലെ 4-ാമത്തെ അധ്യായമായ സമ്പൂർണ്ണ കിടമത്സരത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ സിദ്ധാന്തം എന്ന പാഠമാണ് എടുക്കുന്നത്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സമ്പൂർണ്ണ കിടമത്സരത്തിൻ്റെ പ്രത്യേകതകൾ, സമ്പൂർണ്ണ കിടമത്സരം എന്നൊരു കമ്പോളം ഉണ്ടെങ്കിൽ അവ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ, അതിലെങ്ങനെയായിരിക്കും ആ സ്ഥാപനം വരുമാനം നേടുക എന്നീ കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് കമ്പോളത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് കമ്പോളം? കമ്പോളത്തിന് ഇംഗ്ലീഷിൽ മാർക്കറ്റ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മാർക്കറ്റിൽ പോകാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ ചുറ്റുപാടും ധാരാളം മാർക്കറ്റുകളുണ്ട്. വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, ഫ്രൂട്ട്സ് മാർക്കറ്റ്, ഗ്രോസറി മാർക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റുകൾക്കൊരു നിർവചനം കൊടുക്കുക? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ബയേഴ്സും സെല്ലേഴ്സും പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സംവിധാനമാണ് കമ്പോളം. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും, അപ്പം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാകുന്ന ഒരു മാർക്കറ്റാണ് ഇത്, ഈ ഒരു സംഭവമാണ് ഇത്, ഈ മാർക്കറ്റ്. വാങ്ങാനുള്ളവരുണ്ടാവും, വിൽക്കാനുള്ളവരുണ്ടാവും. അങ്ങനെ വാങ്ങുന്നവരും വിൽക്കുന്നവരും പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവർ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുന്നവർ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത്, മാർക്കറ്റ്. ഇതാണ് കമ്പോളത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കമ്പോളത്തിൻ്റെ തരംതിരിവിനുള്ള അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പോളങ്ങളെ താഴെ പറയുന്ന അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. 1. ക്രോതാക്കളുടെയും വിക്രേതാക്കളുടെയും എണ്ണമനുസരിച്ച്. ക്രേതാക്കളാണ്. ക്രേതാക്കൾ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആൾ, വിക്രേതാക്കൾ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ. അപ്പോൾ വാങ്ങുന്ന ആൾക്കാരുടെയും വിൽക്കുന്ന ആൾക്കാരുടെയും എണ്ണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ തിരിക്കാം. രണ്ടാമത്തത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ. ഓരോ മാർക്കറ്റിലെ സ്ഥാപനങ്ങളും അവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് തരംതിരിക്കാൻ വേണ്ടി പറ്റും. 3. ഉൽപ്പാദന ഘടകങ്ങൾക്കും സാധനങ്ങൾക്കുമുള്ള ചലന സ്വാതന്ത്ര്യം. ചലന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എവിടുന്നും എപ്പോഴും സഞ്ചരിക്കാനുള്ള ഫ്രീഡം. 4. കമ്പോള സ്ഥിതിയെക്കുറിച്ചുള്ള അറിവ്. കമ്പോള സ്ഥിതിയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോളം കോമ്പറ്റീഷനുള്ള കമ്പോളമാണോ, ടൈറ്റ് കോമ്പറ്റീഷനാണോ, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്നതിൽ ആളുകൾ തമ്മിൽ, ഉൽപ്പാദകർ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തതാണോ എന്നൊക്കെ. അവസാനത്തത് സ്ഥാപനങ്ങൾക്ക് കമ്പോളത്തിലേക്ക് പ്രവേശിക്കാനും നിർഗമിക്കാനുമുള്ള സ്വാതന്ത്ര്യം. നിർഗമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു പോകുക. ഒരു സ്ഥാപനം പുതിയതായിട്ട് കമ്പോളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പം വേണമെങ്കിലും അവർക്ക് വരാം, അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും അവർക്ക് കച്ചവടം നിർത്തിപ്പോവാം. ഈ 5 തരത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും കമ്പോളത്തെ തരംതിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്പോള രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന 5 സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ കമ്പോളത്തെ നമുക്ക് 4ആയി തരംതിരിക്കാം. 1. സമ്പൂർണ്ണ കിടമത്സരം, ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് പറയാം. 2. കുത്തക കമ്പോളം, അതിന് ഇംഗ്ലീഷിൽ മോണോപോളി മാർക്കറ്റ് എന്നാണ് പറയാം. 3. കുത്തകാധിഷ്ഠിതമായ മത്സരം, ഇംഗ്ലീഷിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. 4. അല്പാധീഷ്ഠിത വ്യാപാരം, അതിന് ഒളിഗോപോളി എന്നാണ് പറയാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒന്നാമത്തതിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് സമ്പൂർണ്ണ കിടമത്സരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അപ്പോൾ എന്താണ് സമ്പൂർണ്ണ കിടമത്സരം? ഈ സമ്പൂർണ്ണ കിടമത്സരം എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്രായോഗിക തലത്തിൽ അത് അത്യപൂർവമായിട്ട് മാത്രം കാണുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം പ്രായോഗിക തലത്തിൽ ഇത് പ്രാക്ടിക്കലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് വിപരീത അർത്ഥത്തിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതകളൊന്നും തന്നെയല്ല ഈ മാർക്കറ്റുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് അത്യപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു മാർക്കറ്റാണ്. എന്തൊക്കെയാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത? ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഉൽപ്പാദന സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു മത്സരവും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദന സ്ഥാപനം
മറ്റൊരു ഉൽപ്പാദന സ്ഥാപനത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ വിൽക്കാനോ ഒന്നിനും ശ്രമിക്കില്ല. അങ്ങനെ ഒരു മത്സരമില്ലാത്ത എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന ഒരു മാർക്കറ്റാണിത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് ഇങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഉൽപ്പാദകരും അവരുടെ പ്രൊഡക്റ്റ് വേഗം വിറ്റഴിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഓഫർ കൊടുക്കലും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും സാധനങ്ങൾ വിറ്റഴിക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ സമ്പൂർണ്ണ കിട മത്സരത്തിൽ സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള മത്സരമില്ല. എതിരാളികളില്ലാത്തൊരു കമ്പോളമാണിത്. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ബിസിനസ് തുടങ്ങാം, എപ്പം വേണമെങ്കിലും ബിസിനസ് നിർത്തി പോവുകയും ചെയ്യാം. ഇവർ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുപോലെ ഇരിക്കും. ഇപ്പം 10 ഷോപ്പ് ഉണ്ടെങ്കിൽ 10 ഷോപ്പിലും എല്ലാ സാധനവും ഒരുപോലെ ഇരിക്കും. 10 ഉൽപ്പാദകരുണ്ടെങ്കിൽ ആ 10 ഉൽപ്പാദകർ ഉണ്ടാക്കുന്ന സാധനങ്ങളും കാണാനും അതിൻ്റെ രുചിയും നിറവും മണവും വിലയും ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പറയുന്ന പേരാണ് ഏകജാതീയ ഉൽപ്പന്നങ്ങൾ. ഒരേ വിലയായിരിക്കും. ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ കമ്പനിയും ഉണ്ടാക്കുന്ന സോപ്പ് ഒരേപോലെ നിറം, ക്വാളിറ്റി, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ വില, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പാക്കറ്റ് ഒക്കെ ഒരുപോലെ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മാർക്കറ്റിൽ എന്തില്ലാത്തത്? മത്സരമില്ലാത്തത്. കാരണം ഒരു സോപ്പ് വാങ്ങാൻ വന്ന ആൾ ഏത് സ്ഥലത്ത് പോയാലും അയാൾക്ക് കിട്ടുന്ന ഒരേ സോപ്പാണ് കിട്ടുക. അവിടെ ഇപ്പോൾ കോമ്പറ്റീഷൻ ആവശ്യമില്ല. ഓക്കെ, ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ധാരാളം ബയേഴ്സും ധാരാളം സെല്ലേഴ്സും ഉള്ള ഒരു കമ്പോളമാണ് ഇത് സമ്പൂർണ്ണ കിടമത്സരം. ഇനി നമുക്ക് സമ്പൂർണ്ണ കിടമത്സരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതിൽ 10 പ്രത്യേകത ഉണ്ട്. ഞാനിതിൽ 5 പ്രത്യേകതയെ പറയുന്നുള്ളൂ, അത് നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തേത്, വളരെയധികം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അതായത് ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ധാരാളം സെല്ലേഴ്സും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ധാരാളം ബയേഴ്സും ഉണ്ട്. 2, എല്ലാ ഉൽപ്പാദക സ്ഥാപനങ്ങളും വിൽക്കുന്നത് ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവരൊക്കെ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, സൈസ്, ഷേപ്പ്, കളർ ഒക്കെ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഏകജാതീയമായ ഉൽപ്പന്നമാണ് വിൽക്കുക എന്നാണ് പറയാം. അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടാവുമോ? ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയാൽ ഒരു സോപ്പ് വാങ്ങൂലേ, ഹമാമിൻ്റെ സോപ്പ്. അതേ ഷോപ്പ് തന്നെ നമ്മൾ ലൈഫ്ബോയ് വാങ്ങുമ്പം രണ്ടിനെയും കളർ വ്യത്യാസമില്ലേ, ക്വാളിറ്റി വ്യത്യാസമില്ലേ, കമ്പനി വ്യത്യാസമില്ലേ, ഷേപ്പ് വ്യത്യാസമില്ലേ, വില വ്യത്യാസമില്ലേ? ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഏത് സോപ്പ് വാങ്ങിയാലും ഒരേ കളർ, ഒരേ ടേസ്റ്റ്, ഒരേ നിറമൊക്കെ ആയിരിക്കും. മൂന്നാമത്തത്, ഏത് സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതേപോലെ അവർക്ക് ഏത് സമയത്തും ഉൽപ്പാദനം നിർത്തി പുറത്തു പോവുകയും ചെയ്യാം. ഇവർക്ക് അധിക ലാഭമൊന്നും കിട്ടില്ല. ഒരു നോർമൽ ലാഭം മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ. അടുത്തത്, കമ്പോള സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും. പിന്നെ ഒരു മാർക്കറ്റിൽ എന്താണ് അവസ്ഥ, ഇപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം, വിൽപ്പന ചെലവില്ല. വിൽപ്പന ചെലവില്ല എന്ന് പറഞ്ഞാൽ ഇവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നില്ല. സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിൽക്കട്ടെ, അല്ലാതെ അതിനു വേണ്ടി ഓഫർ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, സാമ്പിൾ കൊടുക്കുക, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല. അതാണ് ഈ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകളായ 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. ഓക്കെ.